നൃത്തത്തെ സ്നേഹിക്കുന്നവർക്ക് മാതൃകയാണ് നാട്യധ്വനി എന്ന നർത്തക കൂട്ടായ്മ. വിളപ്പിശാല പുറ്റമേൽക്കോണത്താണ് നാട്യധ്വനി പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവനന്ദയാണ് ഈ കൂട്ടായ്മയെ നയിക്കുന്നത്. 3 വർഷമായി നൃത്തരംഗത്ത് സജീവമാണ്. ഉത്സവ സീസൺ ആരംഭിച്ചതോടെ അത്യാവശ്യം പ്രോഗ്രാമുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായ പരിശീലനവും നൃത്തത്തോടുള്ള അഭിനിവേശവുമാണ് ഈ കൂട്ടായ്മയുടെ കരുത്ത്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ, കുട്ടിമുഖൻ ഗണപതിക്ക് പമ്പയിലുമൊരമ്പലമുണ്ടേ. തമ്പുരാൻ പണ്ട് പണ്ടേ ഒടിഞ്ഞൊരു സംഭവമുണ്ടേ. നമസ്കാരം, എൻ്റെ പേര് ദേവനന്ദയാണ്. അപ്പോൾ നമ്മുടെ ട്രൂപ്പിൻ്റെ പേര് നാട്യധ്വനി എന്നാണ്. ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. ഇതിപ്പോൾ 3 വർഷമായി ഇങ്ങനെ ഒരു ട്രൂപ്പ് കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മൾ മെയിൻലി സെമി ക്ലാസിക്കൽ ഡാൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠ ശാസ്താ ക്ഷേത്രത്തിലാണ് നമ്മുടെ പ്രോഗ്രാം. 18ഓളം കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ട് കളിക്കാൻ. നരസിംഹം, ഭൈരവൻ, അർദ്ധനാരീശ്വരൻ, കാവടി ചിന്ത്, കോമരം, പിന്നെ കൈലാസവേൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പുതുക്കോട്ടൈ, ഗണപതി, ഹരിവരാസനം, ശിവസ്തുതി. സെമി ക്ലാസിക്കൽ ആണോ അതോ സെമി ക്ലാസിക്കലും ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിക്കലും ഉണ്ട്. നാട്യധ്വനി ഡാൻസ് സ്കൂളിലെ ദേവനന്ദ ഡാൻസ് സ്കൂൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് 3 വർഷമായി. മോൾ 8ാം ക്ലാസ്സിലാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവളിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട്, അവൾക്ക് ഇങ്ങനെ കൊറിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ട് വരണമെന്ന് നന്നായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയിട്ടാണ് നമ്മൾ 8ാം ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും മോക്കൊരു വേദി കിട്ടുകയും നമ്മൾ അവിടെ കുറച്ച് കുട്ടികൾ ഒരു 7 പേര് വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ല സക്സസ് ആയി എന്ന് ഒരുപാട് പേര് പറഞ്ഞറിയിച്ചപ്പോൾ അവളുടെ കഴിവ് മനസ്സിലാക്കുകയും അടുത്ത വേദികൾ ഞാൻ തേടി പിടിക്കുകയായിരുന്നു. എങ്കിലും നമ്മുടെ വീടിന് അടുത്തുള്ള 2 വേദികളിലാണ്, അതായത് എപ്പോഴും കളിക്കുന്ന നമ്മുടെ ശിവക്ഷേത്രത്തിലും അതുപോലെ ദേവീക്ഷേത്രങ്ങളിലുമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്തത്. തൊട്ടടുത്ത വർഷമായപ്പോഴത്തേക്കും 15ഓളം കുട്ടികൾ, പിന്നെ അടുത്ത സ്റ്റേജ് കിട്ടിയപ്പോൾ 20, പിന്നെ ഇപ്പോൾ അങ്ങനെ 18, 20 എന്നുള്ള രീതിക്കാണ് പോകുന്നത്. കൂടാതെ നമുക്ക് എപ്പോഴും മേക്കപ്പ് ഈ 3 വർഷമായിട്ട് തുടരെ മേക്കപ്പ് ചെയ്യുന്നത് നാട്യവിഹാസ് ഡാൻസ് സ്കൂളിലെ ടീച്ചറിൻ്റെ മോളുമായ കാവ്യയാണ്. കാവ്യ നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ മോൾ 10th പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിത്തത്തിൻ്റെ ഇടയിലും അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, അവളുടെ ആ ഒരു പ്രോത്സാഹനം എനിക്കങ്ങനെ കൊടുക്കണമെന്ന് തോന്നി. അതുണ്ടെങ്കിൽ അവളെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കൊണ്ടെത്തിക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ തുടങ്ങിയത്. നമ്മുടെ കൂടെയുള്ള എല്ലാ കുട്ടികളും നല്ല സപ്പോർട്ടാണ്, അതുപോലെ തന്നെ പാരൻസും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കലാകാരികളുമാണ്. കാവ്യ നാട്യവിഹാസ് സ്കൂൾ ഓഫ് ഡാൻസിലെ ടീച്ചറുമാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളമായി. ദേവനന്ദ
പിന്നെ ടീച്ചർ എല്ലായിടത്തും വലിയൊരു താങ്ക്സ്.